അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെളിച്ചത്തിൻ്റെ സമകാലിക ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒന്നാമതായി ജനാബ് ഫൈസൽ മഞ്ചേരി സാഹിബ്, അതുപോലെ തന്നെ ഡോക്ടർ അലിഫ് ഷുക്കൂർ സാഹിബ്. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വഖഫ്. വഖഫുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ഏകദേശം അസാധാരണമാം വിധം അർദ്ധരാത്രിയും കഴിഞ്ഞ് യോഗം ചേർന്ന് വോട്ടെടുപ്പ് നടത്തി വഖഫ് ബില്ല് പാസാക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് രാഷ്ട്രപതി അതിൽ ഒപ്പുചാർത്തിയിരിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തരത്തിലുള്ള ചർച്ചകളും അന്വേഷണങ്ങളും പ്രതിഷേധങ്ങളും രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം, എന്താണ് യഥാർത്ഥത്തിൽ വഖഫ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഒരു മഹത്തായ ദാനശീല സംസ്കാരമാണ്. വഖഫിനെ കുറിച്ച് ഏറെ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്താണ് വഖഫ് എന്നറിയാതെ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം ദാനധർമ്മങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദർശനമാണ്. ഇപ്പോൾ ഇസ്ലാമിലെ ദാനധർമ്മങ്ങൾ തന്നെ പല രൂപത്തിലുണ്ട്. സക്കാത്തുണ്ട്, സദഖയുണ്ട്. വഖഫും അതിൽപ്പെട്ട ഒന്നാണ്. അതതിൻ്റെ ഏറ്റവും ഉത്തമമായ അർത്ഥത്തിലുള്ള ഒരു ദാനധർമ്മ ശീലമാണ്, സംസ്കാരമാണ് എന്ന് പറയാം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കുടുംബം അവരുടെ ഉടമസ്ഥതയിലുള്ള സ്വത്ത് സ്ഥിരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ദാനം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. അത് ഇസ്ലാമിൻ്റെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ്. ഇപ്പോൾ ദാനധർമ്മങ്ങളൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ഖുർആനിക സൂക്തങ്ങളും ഹദീസുകളൊക്കെ കാണാം. ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ എന്നാണ് ദാനധർമ്മങ്ങളുടെ ഒരു കൺസെപ്റ്റ് തന്നെ. ഉദാഹരണത്തിന്, നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നത് കമസലി ഹബ്ബത്തിൻ അമ്പത്തത്ത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ. നിങ്ങൾ ഒരു ധാന്യം ഭൂമിയിൽ കുഴിച്ചിട്ടു, അതിൽ നിന്ന് 7 കതിരുകളുണ്ടായി, ഓരോ കതിരിലും 100 വീതം ധാന്യങ്ങൾ ഉണ്ടാകും. നിങ്ങളൊരു ഭൂമിയിൽ ഒരു ചെടി കുഴിച്ചിട്ട് അതുവഴി ധാന്യങ്ങൾ ഇങ്ങനെ വരികയും 1 700 മാറുകയും അത് ജനങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുകയും ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ദാനധർമ്മങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ പരിശുദ്ധ വാക്യത്തെ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് കശജറത്തിൻ ത്വയ്യിബ, ഒരു വലിയ വടവൃക്ഷം, മഹത്തായ വൃക്ഷം. അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. അതിൻ്റെ അടിത്തറ ഭദ്രമാണ്, എന്നാൽ മറ്റു ജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ രൂപത്തിൽ പടർന്ന് പന്തലിച്ച് തുഅ്തി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബി. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി എല്ലാവർക്കും അതിൻ്റെ ഫലങ്ങൾ കൊടുക്കും. ഇത് ഇസ്ലാമിൻ്റെ ഒരു ദാനധർമ്മങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. ഈ രണ്ടായത്തുകളുടെയും ഒരു പ്രായോഗിക രൂപം കൂടിയാണ് വഖഫ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതിൻ്റെ ഒരു പ്രായോഗിക രൂപങ്ങൾ. ഇനി ഹദീസുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും കാണാം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ മരിക്കാതെ ബാക്കിയാകുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ 3. 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ അവൻ്റെ ഭാഗത്ത് നിന്ന് ബന്ധം മുറിഞ്ഞു പോകും. 3 കാര്യം മരിച്ചാലും മരിക്കാതെ ഉണ്ടാകും. അതിൽ ഒന്നാമത്തത് സ്വദഖത്തുൻ ജാരിയാണ്. അവൻ ദാനധർമ്മം ചെയ്തിട്ടുള്ള, ഈ ശരിക്കും സ്വദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം
ആക്റ്റീവായി നിലനിൽക്കുന്ന സ്വതക്ക എന്നാണ്. ജാരിയ എന്നാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്വതക്ക. ഇപ്പോൾ സാധാരണ സ്വതക്കയും വഖഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്വതക്ക ഇപ്പം ഞാനൊരു ടൗണിൽ എനിക്കൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം ഞാൻ ദാനമായി ഒരു പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നു. സ്വതക്കയാണ്, അയാൾക്ക് കൊടുക്കുന്നു. അത് അയാളുടേതായി മാറി. പിന്നെ അയാളുടേതാണ് അതിൻ്റെ അവകാശം. അയാൾക്ക് അത് വിൽക്കുകയോ അത് കൈകാര്യം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ വഖഫ് അങ്ങനെയല്ല. ഞാൻ ഈ എൻ്റെ ടൗണിലുള്ള എൻ്റെ ഈ കട ഞാൻ അവിടെയുള്ള ഒരു സ്ഥാപനത്തിന് കൊടുക്കുകയാണ്. ഞാനിത് വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ വാടക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ, ഇതൊക്കെ ഈ സ്ഥാപനത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേക ഉദ്ദേശത്തിന് കൊടുക്കുക. മറ്റത് ആൾക്ക് വിൽക്കാൻ ഇതിനൊക്കെ പറ്റും. പക്ഷേ ഞാൻ വഖഫ് ചെയ്ത സാധനം ഇവർക്ക് ഇവരുടെ ഇഷ്ടമനുസരിച്ച് വിൽക്കാനോ മറ്റു ചെയ്യാനോ സാധാരണഗതിയിൽ പറ്റില്ല. ഇതാണ് സാധാരണഗതിയിൽ വഖഫും സ്വതക്കയും തമ്മിലുള്ള വ്യത്യാസം. അതായത് എന്താണോ വാക്കിഫ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശമാണ് പ്രധാനം. അതെ, ഇവിടെ രണ്ട് കക്ഷികളുണ്ട്. ഒന്ന് വാക്കിഫ് കൊടുക്കുന്ന ആൾ, മറ്റൊന്നും ഇത് മുത്തവല്ലി എന്ന് സാധാരണ പറയും, ഇത് കൈകാര്യം ചെയ്യുന്ന ആൾ. അപ്പോൾ വാക്കിഫ് എന്തിനാണോ ഇത് നൽകിയത് അതനുസരിച്ച് കൈകാര്യം ചെയ്യുകയാണ് മുത്തവല്ലി ചെയ്യേണ്ടത്. സാധാരണ സദക്കയിൽ മുത്തവല്ലില്ല. ഇല്ല, ആർക്കാണോ അത് കിട്ടിയത് അയാൾക്ക് പിന്നെ അത് എങ്ങനെയും കൈകാര്യം ചെയ്യാം. അതെ, അല്ല ഇപ്പൊ ഈ വഖഫ് എന്നുള്ള ഫൈസൽ സാഹിബ് പറഞ്ഞ പോലെ തന്നെ ആ വാക്കിന്റെ അർത്ഥം തന്നെ തടയുക അതെ എന്നാണല്ലോ. അൽ ഹബ്സു അനി തസ്രീഫ് എന്ന് കാണാം. ബാക്കി അത് മറ്റതൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് മാറ്റാനോ അങ്ങോട്ട് ചെയ്യാനോ ചെലവഴിക്കാനോ ഒക്കെ പറ്റും. ഇത് സ്ഥിരമായിരിക്കും. ഈ വാക്കിഫ് എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം നിലനിൽക്കുന്നതെല്ലാം തടയപ്പെട്ടു എന്നാണ്. അതാണ്. ബാക്കി ഒരു കാര്യത്തിനും അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിന് മാത്രമായിരിക്കും പറ്റുള്ളൂ. വേറെ സംഗതി കൂടി ഇതിൽ ചേർത്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി ഹദീസിൽ കാണാൻ പറ്റും. നിങ്ങൾ മരണം നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഖിയാമത്ത് നാള് വന്നാലും ഇൻ ഖാമത്ത് അല അഹദിക്കുമുൽ ഖിയാമ വഫീ യദിഹി, അവന്റെ കയ്യിൽ ഒരു ഫസീലത്തുണ്ട്. ഒരു ഫസീലത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചെടിയുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഇനിയിപ്പോ ആരുമില്ല ഇവിടെ എന്നാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ചെടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതവൻ നടട്ടെ. ആലോചിച്ച് നോക്കൂ. ഈ കൺസെപ്റ്റാണ് ശരിക്ക് വഖഫ് എന്ന് പറയും. ഇത് വേറൊരാളുടെ ഭൂമി കയ്യേറാനോ വേറൊരാൾ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ദാനധർമ്മ ശീലമാണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു വഖഫ് സംഭവിക്കുന്നത് ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച്, പരലോക പ്രതിഫലം ഉദ്ദേശിച്ച്, ഭൗതിക ലോകത്ത് അദ്ദേഹം നല്ല കാര്യം എന്ന നിലക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവട്ടെ എന്ന് ഉദ്ദേശിച്ച് നടത്തുന്ന ഒരു ദാനം, അല്ലെങ്കിൽ ഒരു തടഞ്ഞു നിർത്തുന്ന നിലനിൽക്കുന്ന ഒരു രീതി. ഇതിൻ്റെ പ്രയോജനം ഇത് മുസ്ലിം സമൂഹത്തിന് മാത്രമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത്, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സമൂഹത്തിന് അത് പ്രയോജനപ്പെടുക? അത് വാക്കിഫ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്കാണ് അത് പോവുക. ഇപ്പോൾ വാക്കിഫിന് വേണമെങ്കിൽ അത് അയാളുടെ കുടുംബ അംഗങ്ങൾക്ക്, മക്കൾക്ക്, അവരുടെ മക്കൾക്ക്, ആ ഒരു തലമുറക്ക് വേണ്ടി മാത്രമായിട്ട് വഖഫ് ചെയ്യാം. അപ്പോൾ അത് അവിടെ നിലനിൽക്കും. അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ നന്മക്ക് വേണ്ടി പള്ളികൾ, മദ്രസകൾ, സ്വാഭാവികമായിട്ടും അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സ്വത്താണ്. അപ്പോൾ അവിടെ അങ്ങനെ പറയാം. അതല്ലാത്ത നിലക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി എന്ന നിലക്കും പറയാം. അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം ചരിത്രത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവിടെ നിന്ന് ആളുകൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കിണർ വാങ്ങുവാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അത് വാങ്ങി ജനങ്ങൾക്കായിട്ടാണ് തുറന്നു കൊടുക്കുന്നത്. അത് മദീനയിലുള്ള എല്ലാവർക്കും അതിൽ നിന്ന് വെള്ളമെടുക്കാം, ഉപകാരമെടുക്കാം എന്നുള്ളതാണ്. മദീന നിവാസികളായിട്ടുള്ള ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും. അതാണ് അവിടെ മുസ്ലിമിന് എന്ന് പറയുന്നതൊന്നുമില്ല. അപ്പോൾ വാക്കിഫ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ വഖഫിന്റെ കോൺസെപ്റ്റ് തന്നെ പൊതുജന നന്മയാണ്. പിന്നെ അതിനെ പരിമിതപ്പെടുത്തുന്നതും ആവാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫറൂഖ് കോളേജ് വഖഫാണെന്നാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ JDT ഇസ്ലാം, ഇവിടങ്ങളിലൊക്കെ ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും വിദ്യാഭ്യാസം നേടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വഖഫ്. അപ്പോൾ ആ വാക്കിഫ്
ഇപ്പോൾ ഉദ്ദേശിച്ച ആ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര തലമുറകൾ കഴിഞ്ഞാലും അതിന്റെ ഉപകാരം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വഖഫിന്റെ ആ മഹത്വം ഞാൻ പറയുന്നു. ഒരാള് ഒരു ഒരു നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആശുപത്രി ഉണ്ടാക്കിയിട്ട് പൊതുസമൂഹത്തിന് അത് വഖഫ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ യാത്രക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു മുസാഫർ ഖാന വഖഫ് ചെയ്യുകയാണെങ്കിൽ, ആ വരുന്ന പിന്നെ ജനങ്ങൾക്ക് മുഴുവൻ, പിന്നെ അടുത്ത തലമുറക്ക് ഇങ്ങനെ തലമുറ കൈമാറി പോവാണ്. വിശേഷിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാ മതവിശ്വാസികളും വരുന്നു, അവരതിൻ്റെ ഉപകാരം എടുക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും തുടരുന്ന സ്വതക്കത്തും ജാരിയ, ഒഴുകിപ്പരക്കുന്ന സ്വതക്ക എന്ന് പറഞ്ഞാൽ ഇത് പെടുന്നത് തന്നെ. അപ്പൊ ഇത് പിന്നെ എന്തൊക്കെ പ്രയോജനം അതിൽ നിന്ന് വരുന്നോ അതൊക്കെയും ഈ വഖഫ് ചെയ്ത വാഖിഫിന് ലഭ്യമാവുകയാണ്. ഇതിപ്പോ ആശുപത്രികൾ, മുസാഫർ ഖാനകൾ, പിന്നെ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഇപ്പോഴും മുമ്പ് കാലങ്ങളിൽ ഇതിന്റെ പല രൂപത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വലിയ പണ്ടത്തെ കാലത്തെ യാത്രകളൊക്കെ ഒട്ടകപ്പുറത്ത്, കഴുതപ്പുറത്ത്, കുതിരപ്പുറത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മുസാഫർ ഖാന വഖഫ് ചെയ്യുക മാത്രമല്ല, അവിടെ വരുന്ന ആളുകളുടെ ഒട്ടകങ്ങളെ കെട്ടാനുള്ള ആലയങ്ങൾ മാത്രമല്ല, അവക്ക് ഒരു ദിവസമൊക്കെ അവരോട് താമസിച്ച് അങ്ങനെയുള്ള അടുത്ത യാത്ര തുടരാം. അപ്പൊ ആ മൃഗങ്ങൾക്ക് മേയാനുള്ള മേച്ചിൽ പുറങ്ങൾ വരെ വഖഫ് ചെയ്ത് വെച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നത്. അപ്പൊ ആ ഒരു വൈഡായിട്ടുള്ള വളരെ സാധ്യതകളുള്ള ഇപ്പോഴും ഉള്ള ഒരു സംഗതിയാണ്. ഇസ്ലാമിക ഭരണം നിലനിന്ന എല്ലാ പ്രദേശങ്ങളിലും അതിൻ്റെ അടയാളങ്ങൾ ഇന്നും ബാക്കിയുണ്ട്. സറായ് എന്നൊക്കെ പറയപ്പെടുന്ന ഇത് ഇപ്പോൾ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ന് ആളുകൾക്ക് മൊബിലിറ്റി വളരെ കുറവായിരിക്കുമല്ലോ. ഇന്നത്തെ പോലെ അങ്ങാടികൾ വികസിച്ചിട്ടുണ്ടാവില്ല, വാഹന സൗകര്യങ്ങളില്ല. അപ്പോൾ ഇവർ യാത്ര ചെയ്തുകൊണ്ട്, കച്ചവടക്കാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒട്ടകങ്ങൾക്കോ അല്ലെങ്കിൽ കുതിരകൾക്കോ അതിനെ കെട്ടിയിടാനും ഇവർക്ക് വിശ്രമിക്കാനും അതിന് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉണ്ടാക്കിയ സ്ഥലങ്ങൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് ആ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഇസ്ലാമിക സമൂഹത്തിൽ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ഈ ഇസ്ലാമിക ഇപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇസ്ലാമിക സംസ്കാരം വളർന്ന് പന്തലിച്ച സ്ഥലങ്ങളിലൊക്കെയുള്ള ഒരർത്ഥത്തിൽ നാഗരികതകൾ വളരുന്നത് ഈ വഖഫിലൂടെ കൂടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രയും ജനസേവനപരമായ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ അനാഥശാലകൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അൻവർ സാഹിബ് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കൺസെപ്റ്റ്, അതിൻ്റെ ഒരു വിശാലത ഉണ്ടല്ലോ. ഇബ്നു ബത്തൂത്ത എന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വഖഫ് അവിടുത്തെ പാത്രങ്ങൾ വഖഫ് ചെയ്തിരിക്കുന്നു. ആളുകൾക്ക് വന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിച്ചു പോകാനുള്ള പാത്രങ്ങൾ വഖഫ് ചെയ്തിരിക്കുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ രസകരമായ പല കഥകളുമുണ്ട്. അതിന് വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ലെങ്കിൽ. അപ്പൊ ഇങ്ങനെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള വഖഫുകളാണ് ധാരാളം. രാജ്യതലത്തിൽ നമ്മുടെ നാടിനെ കേരളത്തിന്റെ പുറത്തേക്ക് എടുത്താൽ ഇപ്പോൾ ജാമിയ മില്ലിയ, പിന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റി, ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ രാജ്യത്ത് ഈ വിദ്യാഭ്യാസ രംഗത്തും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയതിന് പിന്നിൽ ഈ വഖഫിന്റെ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് കാണാൻ കഴിയും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് സംഗതിയൊക്കെ ശരിയുണ്ട്. പക്ഷേ പിന്നെ ഫാസിസ്റ്റ് സർക്കാർ, മോദി സർക്കാർ ഇതിനെ പുതിയ ഒരു നിയമം കൊണ്ടുവന്നതാണല്ലോ ഇപ്പോൾ ചർച്ച. ഇവരിത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ വളരെ മധുരം പുരട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കുറച്ചു മുമ്പ് മുത്തലാഖിനെതിരുള്ളൊരു നിയമം വന്നു. അപ്പോഴും ആളുകൾ ചോദിച്ചിരുന്നു, എന്താ ഇപ്പം നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? പാവപ്പെട്ട പെൺകുട്ടികൾ വഴിയാധാരമായി പോകുന്നതിനെ നിയമപരമായി നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നല്ലതല്ലേ? എന്തിനാ നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതാണ് ആളുകൾ മുത്തലാഖ് പ്രത്യക്ഷത്തിൽ ഒരു മുസ്ലിം സമുദായത്തിൽ അതിൽ തന്നെ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം എന്ന മേമ്പടിയുമായി മധുരം പുരട്ടി പിന്നെ തിരശ്ശീലക്ക് പിറകെ ദുരുദ്ദേശങ്ങൾ വെച്ച് അവതരിപ്പിക്കുകയാണ്. ഇതിലും അങ്ങനെ തന്നെയാണ് എന്നും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആളുകൾക്ക് പെട്ടെന്ന് ഇതിലും അങ്ങനെ തന്നെ തോന്നും. കാരണം അവർ പറയുന്ന മുന്നോട്ട് വെച്ചിട്ടുള്ളത് അന്യാധീനപ്പെട്ടു പോകുന്ന വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ, ജനങ്ങളുടെ മുസ്ലിം സമുദായത്തിന് തന്നെ ഉത്തമ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ സാധാരണക്കാരുടെ ചോദ്യം ഉദ്ധരിച്ചാൽ എന്താ പിന്നെ പ്രശ്നം? അതിൽ ഇന്നിപ്പോൾ കണ്ടൊരു രസകരമായ കാർട്ടൂൺ ഉണ്ട്. അതാണ് എനിക്ക് ഒറ്റ വാക്കിലെന്ന് പറയാവുന്ന മറുപടി. അതായത് 2-3 കടാരെടുത്തിട്ട് ഒരാളുടെ നെഞ്ചത്ത് കുത്തിയിറക്കിയിട്ട് പറയാണ്, ഇതൊക്കെ നിന്റെ ഉപകാരത്തിന് വേണ്ടിയാണ്. ഈ പറയുന്ന പോലെ ഈ മുത്തലാഖ് പെട്ടെന്ന് കേട്ടാണ്, അതിനെന്താ കുഴപ്പം? ഇത് മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു നിയമം കൊണ്ടുവരികയാണ്.
ബാക്കി ഇവിടെ വിവാഹം, ശരിക്കും വിവാഹമോചനം അനുവദനീയമായ ഒരു കൂട്ടരാണ് മുസ്ലിം സമൂഹം. അത് അനുവദനീയമല്ലാത്ത കൂട്ടരാണ് മറ്റ് സമൂഹങ്ങൾ. പക്ഷെ അവർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകമായ നിയമം കൊണ്ടുവന്നിട്ട് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുകയാണ്. മറ്റതൊക്കെ സിവിൽ കേസാണ്. നിങ്ങളുടെ ഒരു വിവാഹമോചന കേസ് സിവിൽ കേസാണ്. മുസ്ലിം ഒരു വിവാഹമോചനം അത് നടന്നിട്ട് ആ പെണ്ണ് എന്നെ മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ കേസാണ്. ഇയാളെ പിടിച്ചകത്തിടാനുള്ള. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പൊ എല്ലാവരുടെയും വിവാഹമോചനം പോലെ തന്നെ മുസ്ലിങ്ങളുടെ വിവാഹമോചനം ആക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിനൊരു പ്രത്യേക നിയമം കൊണ്ടുവന്ന് മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാനെന്ന വ്യാജേന മുസ്ലിം പുരുഷന്മാരെ ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്താൻ, എത്രയോ കേസുകളുണ്ട്, ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു ഇതിൽ കുഴപ്പമൊന്നുമില്ല എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട ഇപ്പോൾ കൊണ്ടുവന്നു. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. അത് ശരിക്കും പറഞ്ഞാൽ മതത്തിന്റെ പേരിലുള്ള വിവേചനമാണെന്ന് മൂക്ക് കീഴ്പോട്ടായ എല്ലാവർക്കും അറിയാം. കാരണം കൃത്യമായി ഒരു മുസ്ലിം സമൂഹത്തെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള സമൂഹങ്ങൾക്കൊക്കെ പൗരത്വവും അവരുടെ അവകാശങ്ങളും കൊടുക്കും. മുസ്ലിങ്ങളാണെങ്കിൽ പറ്റില്ല. ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഈ പറയപ്പെട്ട വഖഫിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മുസ്ലിം പ്രശ്നം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ടതും ആണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിക്കുന്ന ഒരു മതസ്വാതന്ത്ര്യമുണ്ട്. അതിൽ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹമോചനം, മരണം, അതിൽപ്പെട്ടതാണ് ഈ വഖഫ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യം, ഓരോരുത്തർക്കും അവനവൻ്റെ മതമനുസരിച്ച് ജീവിക്കാനും അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ഭരണഘടനയുടെ ഈ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് ഇല്ല. നിങ്ങളുടെ ഈ വഖഫിൻ്റെ അധികാരം ഇനി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടില്ല, അത് ഗവൺമെൻറ് കൈകാര്യം ചെയ്യും എന്ന് പറയുന്നു. ഒന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ഓരോ സംഗതികൾ നമുക്ക് ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഈ വഖഫിൻ്റെ സംരക്ഷണം മുസ്ലിം സമുദായത്തിൻ്റെ നന്മക്ക് വേണ്ടി എന്നാണല്ലോ. മുസ്ലിം സമുദായം ഞങ്ങളുടെ വഖഫ് സംരക്ഷിക്കുവാനും സമുദായത്തിന് അത് കൂടുതൽ ഉപകാരപ്പെടാനും നിങ്ങളിത് മാറ്റം വരുത്തൂ എന്ന് ആവശ്യപ്പെട്ടതുപോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഫൈസൽ സാഹിബ് സൂചിപ്പിച്ചു, പേഴ്സണൽ ലോസ്, വ്യക്തി നിയമങ്ങൾ. നേർക്കുനേരെ 5 കാര്യങ്ങളാണ് പ്രധാനമായും അതിലുള്ളത്. 1 വിവാഹം, 2 മോചനം, വസിയത്ത്, വഖഫ്, പിന്നെ അനന്തരാവകാശം. അപ്പം അതിൽപ്പെട്ടതാണ് വഖഫ്. ഇത് നേർക്കുനേരെ തന്നെ വ്യക്തി നിയമമാണ്. അതിന്മേ തൊടാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഭരണഘടനാപരമായ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് ഒരു ആവശ്യം വരണം. അതല്ലെങ്കിൽ ഇത് അനീതിയിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട നിയമമാണ്, അത് രാജ്യ താല്പര്യങ്ങൾക്കും ഭരണഘടനാ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് തെളിയിക്കണം. ഇതിനൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നേർക്കുനേരെ തന്നെ അവരുടെ ഒരു മുസ്ലിമിനെ തന്നെയാണ് അവിടെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും 2-3 ആസ്പെക്റ്റുകളിൽ നമുക്കതിനെ വിലയിരുത്തിയാൽ, ഇപ്പോൾ വഖഫ് ഒരാൾ അയാളുടെ എല്ലാമായ സമ്പത്താണ് അയാൾ ഈ അർത്ഥത്തിൽ ശാശ്വതമായി ഈ ഒരു കോസിന് വേണ്ടി ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ വഖഫ് ചെയ്ത് വെക്കുന്നത്. അപ്പം അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടണം. ഇയാളും ഇയാളുടെ മക്കളും അല്ല, തലമുറകൾ കഴിഞ്ഞാലും സംരക്ഷിക്കപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വഖഫ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഉണ്ടായിരിക്കെ തന്നെ വഖഫ് ഭൂമികൾ അന്യാധീനപ്പെടുന്ന ധാരാളം കേസുകളുണ്ട്. പക്ഷെ അതിനെ ചൂണ്ടിക്കാണിച്ച് നേരത്തെ അവിടെ പറഞ്ഞ പോലെ അതിനെ ചൂണ്ടിക്കാണിച്ച് ഇവരെന്താ ചെയ്യുന്നത്? ഇതിൻ്റെ പരിരക്ഷ അങ്ങോട്ട് എടുത്തു കളയാം. എന്താണോ വഖഫ് ഭൂമികൾക്ക് പ്രൊട്ടക്ഷൻ നൽകിയിരുന്ന നിയമപരിരക്ഷ ഉണ്ടായിരുന്നു അതിനെ അങ്ങോട്ട് എടുത്തു കളയുക. അപ്പോൾ അതായത് വഖഫ് ട്രൈബ്യൂണലുകളായിരുന്നു എന്ന് സാധാരണ കോടതി വ്യവഹാരങ്ങളോ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരോ അവരുടെയൊക്കെ ഇച്ഛകൾക്കോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്കോ വിധേയപ്പെട്ടുകൊണ്ട് ഒരു വാഖഫിൻ്റെ തലമുറകൾ നീളുന്ന ഉദ്ദേശത്തെയും സമൂഹത്തിനുള്ള പ്രയോജനത്തെയും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ നിയമപരിരക്ഷയെ അങ്ങോട്ട് എടുത്തു കളയുന്നതോടുകൂടി യഥാർത്ഥത്തിൽ എന്താണോ വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സമൂഹത്തിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നത് അത് വളരെ ഗ്രാജ്വലായിട്ട്
ഗ്രാജ്വലായിട്ട് അത് ഇല്ലാതെയാക്കാനുള്ള ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ ഇത് എന്നത് കാണാൻ കഴിയും. രണ്ടാമത്തത്, പുതിയ വഖഫുകൾ വരുന്നതിനെയും ഇത് തടയിടുകയാണ്. ഇതും ശരിക്കും വഖഫ് കൊണ്ട് ഒരാൾക്കും ഒരു ദോഷം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, മൊത്തം സമൂഹത്തിന് ഒരുപാട് ഉപകാരമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അവരുടെ പള്ളി, മദ്രസ തുടങ്ങിയ മാത്രമല്ല, ആശുപത്രികളായിട്ടും മുസാഫർഖാനകളായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടും പൊതുസമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നന്മ ചെയ്യുന്നു മാത്രമല്ല, ഒരു സമൂഹത്തെയും വഖഫ് നേർക്കുനേരെയോ അല്ലാതെയോ ഉപദ്രവിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന BJPയും RSSും തൊടുത്തുവിടുന്ന പ്രചാരണത്തിൽപ്പെട്ട്, സംഘപരിവാറിൽ പ്രചാരണത്തിൽപ്പെട്ട് ചില സമുദായങ്ങൾ അത് അവർക്കെതിരാണെന്ന് തെറ്റിദ്ധരിക്കുകയോ ജനങ്ങളോട് അങ്ങനെ വിളിച്ചു പറയുകയോ ചെയ്യുന്നു. അതിൽ നമുക്ക് വരാം. അതിനപ്പുറം വഖഫ് കൊണ്ട് ഒരാൾക്കൊരു ദ്രോഹമില്ല. അങ്ങനെയിരിക്കെ വഖഫിന്റെ സാധ്യതകളെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിക്കും ഒരു രാജ്യത്തോട് ചെയ്യുന്ന അക്രമം. ഇപ്പം ഈ നിയമത്തിൽ വരുന്നത് എന്തായാലും, ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ ഒരാൾ മുസ്ലിമായിട്ട് 5 കൊല്ലം ഇസ്ലാമിക വിശ്വാസം പ്രാക്ടീസ് ചെയ്ത് ജീവിക്കണം എന്നൊരു വ്യവസ്ഥ. ഇതെങ്ങനെ നടപ്പാക്കാൻ പറ്റുക എന്ന് വെച്ചാൽ എന്താണ്? ഫലത്തിൽ ഇത്തരത്തിലുള്ള അവ്യക്തങ്ങളായ അല്ലെങ്കിൽ അസ്വാഭാവികങ്ങളായ അപ്രാപ്യങ്ങളായ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് വഖഫ് സംഭവിക്കുന്നതിനെ തടയിടുക എന്നത് ഒരു ഭാഗത്ത്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്നുള്ള വഖഫിനെ സംരക്ഷിക്കുന്ന പരിരക്ഷ എടുത്തു കളഞ്ഞിട്ട് അതിനെ അന്യാധാനപ്പെടാൻ എളുപ്പമാക്കുക, മറുഭാഗത്ത് പുതിയ വഖഫ് വരുന്നതിന് തടയിടുക. ഇങ്ങനെയൊക്കെ കൂടി ഈ വഖഫ് സംവിധാനത്തെ നശിപ്പിക്കുന്നതിലൂടെ ഒരു രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും സാംസ്കാരികമായ തൂണുകളെ ഇല്ലാതെയാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ബില്ലാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ഇതിനെതിരെ ശബ്ദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഭേദഗതിയാണ്. ഇതുവരെയുള്ള ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല ഈ ഇന്ത്യയിലെ വഖഫ് നിയമം എന്ന് പറയുന്നത്. അതിൽ ഭേദഗതികളൊക്കെ, പക്ഷെ അതൊക്കെ ഈ വഖഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഏറ്റവും അവസാനം വന്ന 1995-ലാകട്ടെ 2013-ലാകട്ടെ, ഇതൊക്കെ ഇതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ നിയമം വന്നതോടുകൂടി വഖഫ് എന്ന് പറയുന്ന ഉദാത്തമായ ഈ ദാനശീല സംസ്കാരത്തിൻ്റെ കാറ്റങ്ങ് പോക്കാണ്. വലിയ ഇതിന് ഓട്ട കുത്താന്ന് വരില്ല. അതോടുകൂടി അതില്ലാത്താക്കാണ്. പേര് ഇതിനെ ഈ പറഞ്ഞ പോലെ ഒരു മധുരം പുരട്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ഇതിൽ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ മൻമോഹൻ സിംഗ് ഈ ഡീമോണിറ്റൈസേഷൻ്റെ സമയത്ത് പറഞ്ഞൊരു വർത്താനം ഉണ്ടായിരുന്നു. ഇത് ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന്. ശരിക്ക് ഇതൊരു സംഘടിതമായ കവർച്ചയും നിയമപരമായ കൊള്ളയാണ്. ഇപ്പോൾ ബാബരി മസ്ജിദ് തകർത്തിട്ടുണ്ട്. ബാബരി മസ്ജിദിൻ്റെ സ്ഥലം കയ്യേറിയത് അടിച്ചു പൊളിച്ചു. അത് ഇല്ലീഗലായിരുന്നു, തെറ്റായിരുന്നു, ക്രിമിനൽ ആക്റ്റായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ലീഗലായിട്ട് മുസ്ലിങ്ങളുടെ പള്ളികൾ, സ്ഥാപനങ്ങൾ ഇതൊക്കെ കയ്യേറാനുള്ള ഒരു ഇത് വെച്ചു കൊടുക്കണം. നേരത്തെ ഇല്ലീഗലായിരുന്നു, ഇനി ലീഗലായിട്ടുള്ള ഇതിനുള്ള സംവിധാനം. ഇപ്പം ഈ പറഞ്ഞതുപോലെ ശരിക്കും മുമ്പുള്ള വഖഫ് ആക്റ്റിൽ ഇതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 10-600 കൊല്ലമായി ഒരു പള്ളി, അവർ മുസ്ലിങ്ങളാണ് അവിടെ ആ പള്ളിയിൽ ആരാധിക്കുന്നത്, പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷെ 600 കൊല്ലം മുമ്പുള്ള രേഖ പരിശോധിച്ച് നോക്കുമ്പോൾ രേഖ ഒന്നും കാണില്ല. ഉണ്ടാവുക സാധ്യമാവില്ല, സാധ്യമല്ല. അതാണ് ഡീംഡ് വഖഫ്. അപ്പൊ അതില് മുമ്പത്തെ നിയമത്തിൽ വഖഫ് ബൈ യൂസർ എന്നിട്ട് സംഗതി ഉണ്ട്. ആർക്കും പ്രശ്നം, ഇത്ര കാലമായിട്ട് ഇത് മുസ്ലിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പള്ളിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല. പക്ഷെ ഇനി ഒരാൾ തർക്കം ഉന്നയിക്കണം, ഇല്ല ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോകണം. കോടതിയിൽ ഈ വഖഫ് ബൈ യൂസർ എന്ന ക്ലോസ് അങ്ങ് എടുത്തു കളഞ്ഞു. അപ്പില്ല, പുതിയ ഇതിൽ അവർ അത് റദ്ദ് ചെയ്തു. അതോടുകൂടി ഇനി ഇവർക്ക് രേഖാപരമായി തെളിയിക്കണം. പല വഖഫുകളും വാക്കാലാണ്. വഖഫ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ വാക്കുകൊണ്ടാണ്. എൻ്റെ ഈ ഭൂമി ഞാൻ ഇതാ ഖബറിസ്ഥാൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ രാജ്യം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉള്ള വഖഫുകളാണ്. ഞാൻ പറഞ്ഞേ, ഒരു 500 കൊല്ലം മുമ്പൊക്കെ ഉള്ള വഖഫുകൾ നിങ്ങൾ എങ്ങനെ രേഖാപരമായി തെളിയിക്കും? പക്ഷെ ഈ ഒരു സംഗതി വരുന്നതോടുകൂടി മുസ്ലിങ്ങളിലെ വലിയ ഒരു, അല്ലെങ്കിൽ തന്നെ ഇവിടെ അൻവർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട മന്ത്രിമാരും ന്യൂനപക്ഷ കമ്മീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, വഖഫ് മുസ്ലിങ്ങളുടെ വഖഫിൽ 60-70% മറ്റുള്ളവർ കയ്യേറിയിരിക്കുകയാണ്. ഡൽഹിയിലാകട്ടെ, മുംബൈയിലാകട്ടെ, വലിയ വലിയ പണക്കാർ, ഗവൺമെന്റ് വരെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ്
മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്ത് കയ്യേറിയിട്ട് അവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും നടത്തിയതിന്റെ പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും പിന്നെ എന്തുണ്ടാവില്ല ഈ ഒരു ക്ലോസോടുകൂടി. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിൽ ഈ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ സംഗതി എടുത്തു കളഞ്ഞതോടുകൂടി മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്ക്, അവരുടെ യത്തീംഖാനകൾക്ക്, അവരുടെ ഖബറിസ്ഥാനുകൾക്കൊക്കെ മേലെയുള്ള കടന്നു കയറാനുള്ള ഒരു വാതിൽ, നിയമപരമായ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ കയ്യേറ്റക്കാരൻ അല്ല, അതോടൊപ്പം തന്നെ അതിൽ ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ സാംസ്കാരിക, വൈജ്ഞാനിക, സാമ്പത്തിക വളർച്ചയിൽ വഖഫ് സ്വത്തുക്കൾക്ക് വലിയ പങ്കുണ്ട്. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്ഥാപനങ്ങളിലൂടെ വിദ്യാഭ്യാസം നേടി സമുദായം മൊത്തത്തിൽ വളരുന്നതിൽ, സാമ്പത്തിക അടിത്തറ ഉണ്ടാകുന്നതിലൊക്കെ വഖഫിന് വലിയ പങ്കുണ്ട്. ഇപ്പോൾ യത്തീംഖാനകളാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാത്തിലൂടെയും ഉണ്ടായി വന്നത്. ഈ പറയുന്നതിന് എല്ലാറ്റിനും കൂടി തടയിടുക എന്നത് കൂടിയാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഇവർ കൊണ്ടുവന്ന ഓരോ നിയമങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് എപ്പോഴും ഇവരുമായി ബന്ധപ്പെട്ട, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അന്തരീക്ഷത്തിൽ കത്തി നിൽക്കുകയും വേണം. അപ്പോഴാണ് അതിനെ വോട്ടാക്കി മാറ്റാനും അതിനെ രാഷ്ട്രീയപരമായി അവർക്ക് ഉപയോഗപ്പെടുത്താനും പറ്റുള്ളൂ. ഇങ്ങനെ വിവിധങ്ങളായ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള വലിയൊരു അനീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് നിയമത്തിൽ കയ്യേറ്റക്കാരൻ്റെ കയ്യേറ്റത്തെ തടയുന്ന രൂപത്തിലുള്ള ക്ലോസുകൾ ഒരുപാടുണ്ട്. ഒരാൾ കയ്യേറ്റം ചെയ്ത ഒരു സംഗതി, ഇപ്പോൾ ഒരു വഖഫ് ഭൂമിയായി അറിയപ്പെട്ടിരുന്നതോ നിലനിൽക്കുന്നതോ ഉള്ള ഒരു സംഗതിയെ ആരെങ്കിലും കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കയ്യേറ്റക്കാരനാണ് പിന്നെ തെളിയിക്കേണ്ടത്. അതല്ല, ഇത് വഖഫ് ഭൂമിയല്ല, കാരണം അയാളാണ് കയ്യേറ്റം ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇവർ എടുത്തു കളഞ്ഞിട്ട് ഇനിയിപ്പോൾ കയ്യേറ്റക്കാരനല്ല, ആരെങ്കിലും കയ്യേറി കഴിഞ്ഞാൽ പിന്നെ ആരാണോ വഖഫാണ് എന്ന് പറയുന്നത് അവർ തെളിയിക്കണം എന്ന രൂപത്തിൽ വഖഫായി നിലനിന്നിരുന്ന, നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഭൂമിയെ പോലും കയ്യേറ്റക്കാർക്ക് അതിക്രമിച്ചു കയറുകയും വഖഫാണ് എന്ന് പറയുന്നവർക്ക് തെളിയിക്കാൻ പണ്ടത്തെ കാലത്ത് വഖഫ് ചെയ്തതിൻ്റെ രേഖകൾ സ്വാഭാവികമായി ഇല്ലാത്തത് കൊണ്ട്, തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് കയ്യേറ്റക്കാർക്ക് എളുപ്പത്തിൽ കയ്യേറ്റം ചെയ്യാവുന്ന രൂപത്തിൽ അതിൻ്റെ പരിരക്ഷയെ മൊത്തത്തിൽ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അപകടകരമായതോ അല്ലെങ്കിൽ ഒരു വേള കൗതുകകരമോ അല്ലെങ്കിൽ സങ്കടകരമോ ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ, മറ്റു ഒരു മതങ്ങളുടെയും മതപരമായ സ്ഥാപനങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ ഇല്ലാത്തൊരു ക്ലോസ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇവർ ചേർത്തി. അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ഒരു സംഗതി ഞാൻ ഇപ്പോൾ ഇന്നോ ഇന്നലെയാണോ എന്നറിയില്ല, ഇന്നലെ മീഡിയ വൺ ഒരു കാർഡ് ഇറക്കിയിട്ടുണ്ട്. മൻമോഹൻ സിംഗ് പാസ്സാക്കിയതും മോദി പാസ്സാക്കിയതുമായ നിയമങ്ങളെക്കുറിച്ച് രണ്ടൊരു താരതമ്യം. രസകരമായാണ് ആ താരതമ്യം. മൻമോഹൻ സിംഗ് സർക്കാർ 2004-2014 വിവരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രത്യേക സാമ്പത്തിക മേഖല, ആണവ കരാർ. മോദി സർക്കാർ 2014 വന്നിട്ട് ഉണ്ടാക്കിയ നിയമങ്ങൾ, പൗരത്വ ഭേദഗതി നിയമം, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, UAPA നിയമ ഭേദഗതി, കാർഷിക നിയമം, വലിയ പ്രക്ഷോഭമുണ്ടായ കാർഷിക നിയമം, മുത്തലാഖ് നിരോധനം, ഇലക്ട്രൽ ബോണ്ട് ആക്ട്, അവസാനം വഖഫ് ഭേദഗതി. ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഉപദ്രവകരമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ള അധിക കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ വഖഫ് ബോർഡിൽ നിർബന്ധമായും മുസ്ലിങ്ങളല്ലാത്ത 2 ആളുകൾ വേണം എന്നൊരു നിബന്ധന സർക്കാർ അങ്ങോട്ട് കൊണ്ടുവരാം. എന്തിനാണ് അങ്ങനെ ഒരു സംഗതി? ഈ ദേവസ്വം ബോർഡിൽ ആ മതവിശ്വാസികളല്ലാത്ത ഏതെങ്കിലും ആളുകൾ ഉണ്ടോ, അല്ലെ ഉണ്ടാവണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ ചർച്ച് സഭ, റെയിൽവേ കഴിഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു പരാമർശത്തിൽ വഖഫ് ബോർഡിന് സ്വത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ആൾ തെറ്റി. ശരി, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓർഗനൈസറുടെ പുതിയ ലേഖനം വെച്ച് അവർ ഒന്നുകൂടി അത് ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കും. എനിവേ, അങ്ങനെ കൈകാര്യം ചെയ്യുന്ന സഭ ഈ കൈകാര്യം ചെയ്യുന്ന സമിതികളിലോ അതിൻ്റെ വല്ല അതിനുള്ള സുതാര്യത എന്നൊക്കെ പറയുന്നത് വേറെ ചർച്ച ചെയ്യുന്ന സംഗതിയാണ്. എനിവേ, അങ്ങനെയുള്ള ഏതെങ്കിലും ബോഡികളിൽ ക്രൈസ്തവരല്ലാത്ത, ഇനി ക്രൈസ്തവരല്ല കത്തോലിക്ക സഭയുടെ ഈ ബോഡിയിൽ കത്തോലിക്ക സഭക്കാരല്ലാത്ത ക്രിസ്ത്യാനികളെ പോലും ഉൾപ്പെടുത്തുന്നുണ്ടോ? ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. കാരണം അത് അവരുടെ ഒരു കൈകാര്യം കർത്തൃത്വത്തിലുള്ള സംഗതിയാണ്. ഇവിടെ വന്നിട്ടാണ് വഖഫ് ബോർഡിൽ നിർബന്ധമായും മുസ്ലിങ്ങളല്ലാത്ത 2 ആൾ. ഇതിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ദുരുദ്ദേശപരമായ ലക്ഷ്യങ്ങളോടെ കൂടിയാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ
ഒരാൾക്ക് പോലും മറുപടി പറയാൻ കഴിയാത്തൊരു സംഗതി, എന്തിനാണ് മുസ്ലിങ്ങളുടെ മാത്രം വിഷയമായ വഖഫിൽ മുസ്ലിങ്ങളല്ലാത്ത രണ്ടാൾക്കാർ നിർബന്ധമായും വേണമെന്ന് പറയുന്നതിൻ്റെ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളുടെ ഈ വഖഫ് കൈകാര്യം ചെയ്യുന്ന ബോഡിയിൽ മുസ്ലിങ്ങളല്ലാത്ത രണ്ടാൾക്കാർ വേണം. പിന്നെ പുറമെ പിന്നെയുള്ള തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ അതിലൊന്നും മുസ്ലിങ്ങളാണെന്നുള്ള നിബന്ധന മുമ്പുണ്ടായിരുന്നു, എടുത്തു കളയുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ 7 or 8 ഒക്കെ പേര് ഈ 10 or 20 ഒക്കെ ഉള്ള ബോഡികളിൽ വരെ നോൺ മുസ്ലിംസായി വരും. അതുപോലെ തന്നെയാണ് ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യണം. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് അയാൾ സ്വാഭാവിക മുസ്ലിമാണ്, അയാൾക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല. 5 കൊല്ലം അയാൾ കഴിഞ്ഞെങ്കിലേ അയാൾക്ക് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വഖഫിന്റെ ഉന്നതാധികാര ബോഡിയിൽ മുസ്ലിം അല്ലാത്ത ആളുകളെ നിർബന്ധമായും വെക്കുന്നു. മുസ്ലിമായ ഒരാൾക്ക് വഖഫ് ചെയ്യാൻ പറ്റുന്നുമില്ല. മുമ്പ് നോൺ മുസ്ലിമിനും വഖഫ് ചെയ്യാൻ പറ്റും, അതും എടുത്തുകൾ. ഇതിലേറ്റവും രസകരമായ തമാശയുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ബി ജെ പിയിലേക്ക് ഒരാൾ കയറി വന്നാൽ ആ വന്ന നിമിഷം മുതൽ അയാൾ വിശുദ്ധനായി. അയാൾ ചെയ്ത അഴിമതി, അയാൾ ചെയ്ത കുറ്റങ്ങൾ, ബലാത്സംഗം, ഇതൊന്നുമില്ല, അയാൾ അന്ന് മുതൽ ശുദ്ധനാണ്. ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ, ഇസ്ലാം സ്വീകരിച്ചാൽ അവന് വഖഫ് ചെയ്യണമെങ്കിൽ 5 കൊല്ലം വേണം. എന്താ ഈ 5 കൊല്ലത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്? 5 കൊല്ലത്തിന്റെ മാനദണ്ഡം എന്താണ്? അതുപോലെ അയാൾ എങ്ങനെ ഈ 5 കൊല്ലം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എങ്ങനെ തെളിയിക്കുക? അയാൾ ലോജിക്ക് അല്ല, ഇവര് ചെയ്യുന്ന ഒരു കാര്യത്തിനും ഒരു ലോജിക്കില്ല. അത് ഇതിൽ മാത്രമല്ല, എല്ലാറ്റിലും അങ്ങനെ തന്നെ. ഇതിലിപ്പോ രസം എന്താ വെച്ചാൽ, ഈ ഇപ്പോ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഹിന്ദു മതത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ മതം മാറ്റിയിട്ട് കല്യാണം കഴിച്ച ഷോൺ ജോർജും അയാളുടെ പിതാവും ഒക്കെയാണ് ലവ് ജിഹാദിനെതിരെ പറയുന്നത് എന്നതുപോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞ അമുസ്ലിങ്ങളായ ആളുകളെ കൊണ്ടുവരികയും മുസ്ലിങ്ങളായ ആളുകൾക്ക് 5 കൊല്ലം കഴിയാതെ, മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ച ഒരാൾക്ക് 5 കൊല്ലം കഴിയാതെ വഖഫ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം. ഇതിനൊക്കെ എന്ത് യുക്തി? മാത്രമല്ല, ഇത് റവന്യൂ അധികാരിയുടെ അല്ലെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അണ്ടറിലേക്കാണ് ഇനി പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ നിയമം അവിടെ ഉണ്ടായിരിക്കെ ഇനി എന്തിനാണ് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയും ഇനിയൊരു ഈ പറഞ്ഞ പോലെ ഈ നിയമങ്ങൾ മൊത്തത്തിൽ വഖഫിനെ മുഴുവൻ അന്യാധീനപ്പെടുത്താൻ വേണ്ടി കൂടിയുള്ളതോ അല്ലെങ്കിൽ അതിനെ കയ്യേറ്റം ചെയ്യുവാൻ ഗവൺമെന്റിനും അതിനുള്ളതാണ്. ഈ ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ലീഗൽ എന്ന് പറയാവുന്ന സാധനമാണ് ഈ പറഞ്ഞ സാധനം. അല്ല, ഇതാണ് ഇതിൽ ഇപ്പൊ വഖഫ് ബോർഡും നടന്നുകൊണ്ടിരിക്കുന്ന കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ നല്ലൊരു പങ്ക് 50% മുകളിൽ സർക്കാരുമായിട്ടാണ് പറഞ്ഞത്. സർക്കാരിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളുമായിട്ട്, അത് ഒരുപാട് കക്ഷി സർക്കാരാണ്. അപ്പൊ ഇങ്ങനെ കക്ഷിയായിരിക്കുന്നിടത്ത് വഖഫ് സംരക്ഷണത്തിന് പിടിച്ചു നിൽക്കാൻ കുറച്ചെങ്കിലും സാധിക്കുന്നത് ഈ പരിരക്ഷ ഉള്ളതുകൊണ്ടാണ്. ഇത് കലക്ടർമാർക്ക് വിട്ടുകൊടുക്കുന്നതോടുകൂടി എക്സിക്യൂട്ടീവിന്റെ ഭാഗമാകുന്നു. സർക്കാരിന് വളരെ എളുപ്പത്തിൽ ഈ ഉദ്യോഗസ്ഥരെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്, ഉത്തരവ് നൽകിക്കൊണ്ട് ഇത് ഏത് വഖഫ് സ്വത്തിനെയും സർക്കാരിലേക്ക് കണ്ടുകെട്ടാനുള്ള, അന്യാധീനപ്പെടുത്താനുള്ള, അതിക്രമിച്ചു കയറാനുള്ള വളരെ ലീഗലായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കുള്ള വാതിലാണ് നല്ല വാചകങ്ങൾ പറഞ്ഞിട്ട് ഇവർ ചെയ്തുകൊണ്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഖുർആനിന്റെ വളരെ വ്യക്തമായ ഒരു നിർദ്ദേശത്തിന് കൂടി ഇത് എതിരാണല്ലോ. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ്സലാ വആതസ്സക എന്നിട്ട് പറയാം വലം യഖ്ശ ഇല്ലല്ലാഹ്. ഈ നിബന്ധനകളൊക്കെ പള്ളി പരിപാലിക്കേണ്ടത്, അത് കൈകാര്യം ചെയ്യേണ്ട ടീം ആരായിരിക്കണം? അവരിതിൽ വിശ്വാസമുള്ളവരായിരിക്കണം, നിസ്കരിക്കുന്നവരായിരിക്കണം, സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും, പടച്ചോനെ പേടിയുള്ളവരായിരിക്കും, വേറെ ആരും പേടിക്കാത്തവരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സംഗതിയിൽ മുസ്ലിം അല്ലാത്ത, ഇതിലൊരു വിശ്വാസമില്ലാത്ത ഒരാളെ തിരികെ കയറ്റുകയും ഈ പറഞ്ഞതുപോലെ ഇതിൽ തീരുമാനം എടുക്കേണ്ട അധികാരം ഇതുവരെ ഉണ്ടായിരുന്ന ഈ ട്രൈബ്യൂണലിന് അത് മാറ്റിയിട്ട് കലക്ടർമാർക്ക് കൊടുക്കുകയാണ്. കലക്ടർമാരെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരല്ലേ, അവർ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും പറയും എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ സ്വത്ത് നിയമപരമായി കവർന്നെടുക്കാനുള്ള വളരെ വ്യക്തമായ പദ്ധതിയാണ്. ഇതിനെതിരെ എല്ലാവരും ഒന്നിച്ച് ശബ്ദിച്ചിട്ടില്ലെങ്കിൽ ഇത് ഈ പൗരത്വ നിയമം പോലെയല്ല, അതിനേക്കാൾ വലിയ അപകടം ഇത് മുസ്ലിങ്ങളുടെ സ്വത്തൊക്കെ അല്ലെങ്കിൽ തന്നെ ഇപ്പം നിയമമൊക്കെ ഉണ്ടായിട്ട് തന്നെ അടിച്ചെടുത്തുകൊണ്ടിരിക്കും. ഇനി ഇത് സംഭവിക്കുന്ന നിയമപരമായി നേരിടുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കെ തന്നെ. പക്ഷെ അത് നമുക്കറിയില്ല ഇപ്പൊ നിയമപരമായി എത്രത്തോളമാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് പല കേസുകളിലും തെളിയിക്കപ്പെട്ടതാണ്. ഇത് നിയമപരമായി തന്നെ മുസ്ലിങ്ങൾക്കെതിരായി മാറണം. അതാ നിയമപരമായി ഇനിയിപ്പോ കോടതിയെ സമീപിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഒന്നും ഇപ്പൊ ഇന്ത്യയിൽ നമുക്കറിയാം.
പല രീതിയിൽ പല കേസുകളിലും എങ്ങനെയാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന അതോറിറ്റികൾ, സ്ഥാപനങ്ങൾ അതിനെ കൈകാര്യം ചെയ്തതെന്ന് ബാബരിയുടെ വിഷയത്തിലും മറ്റൊക്കെ നമുക്ക് തെളിഞ്ഞതാണ്. അപ്പോൾ ജനകീയമായ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ലോബിയിങ്ങും അതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധ പരിപാടികളും ഒക്കെ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ. അതിപ്പോൾ ഏകദേശം ഇന്ത്യയിൽ പല സ്ഥലത്തും ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തെ തിരിച്ചുവിടാനുള്ള പണികളും അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ന്യൂനപക്ഷ പ്രശ്നമാണ്, മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ദീർഘകാല അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മൊത്തം ന്യൂനപക്ഷങ്ങളെ BJP സർക്കാർ, RSS നേതൃത്വം നൽകുന്ന സർക്കാർ അവരെന്താണ് വിഭാവന ചെയ്യുന്ന ഇന്ത്യ എന്നതുകൂടി ഇതിൽ വ്യക്തമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇതിലെ പാർട്ടിസിപ്പേഷനെ കുറിച്ച് തീർച്ചയായും നമ്മുടെ ചർച്ചയിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ അവരുടെ ഇടപെടലിൽ നേർക്കുനേരത്തിന് എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ സഭകളും ഇങ്ങനെയാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. പ്രത്യേകിച്ച് ചില വിഭാഗങ്ങൾ, ചില സഭകളൊക്കെ പൂർണ്ണമായും ഇതിനെ പിന്തുണക്കുന്ന ഒരു സമീപനം നമ്മൾ കാണുകയുണ്ടായി. അതേ സമയത്താണ് ജബൽപൂരിലും മറ്റുമൊക്കെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഈ പറയുന്ന ഗൂൺസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ എപ്പോഴും അധികാരികളുടെ കൂടെ നിൽക്കുക, ലാഭം മാത്രം കണ്ടെത്തുക, മുസ്ലിം പ്രശ്നമാണോ എന്നത് മാത്രം നോക്കിയിട്ട് അതിൽ എതിരായ നിയമം അല്ലെങ്കിൽ എതിരാണെങ്കിൽ കിടക്കട്ടെ അവർക്ക് കുറച്ച് അടി എന്നതാണ് അവർ നിലപാട് സ്വീകരിക്കുന്നതിലുള്ള ഒരു വിഷയത്തെ അനലൈസ് ചെയ്യുന്നതിലുള്ള മാനദണ്ഡം തന്നെ മുസ്ലിം പ്രശ്നമാണോ എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിലേറ്റവും സങ്കടകരമായ സംഗതി, ഒരു മുസ്ലിങ്ങളുടെ അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഈ വിഷയത്തിൽ ക്രിസ്തുമത സഹോദരങ്ങളും വിശ്വാസികളും യഥാർത്ഥത്തിൽ ഇതിനെതിരെ നിന്ന് മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല, ഇതിന് മോദി സർക്കാരിന് ജയ പാടുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമാണ്. ഇതിലിപ്പോൾ ഹിറ്റ് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കൂട്ടരാണല്ലോ. അപ്പോൾ ഒരു വിചാരധാരയിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ രണ്ടാമത്തെ അവരാണ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് കേരളത്തിന് പുറത്തൊക്കെ എത്ര എന്നിട്ടും ഇപ്പോൾ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഈ കാസയുടെ ഒക്കെ പ്രതിനിധികൾ പറയുന്നത് അത് 1-2 അടി അവിടെ കിട്ടുന്നൊക്കെ നിങ്ങൾ എന്തിനാ അത്ര വിഷയമാക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ BJP ഞങ്ങളെ തെറ്റിക്കാൻ നോക്കുന്നത്, എന്നും അടിയാണ്. മറ്റേ പണ്ടാൾ പറഞ്ഞവര് അതൊരടിയല്ലേ ഇതൊരടിയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നും അടിയല്ലേ. BJPയുടെയും RSSന്റെയും മുമ്പിൽ ഇത് ഇന്ന സഭക്കാരനാണ് മറ്റേ സഭക്കാരനാണ്, അവർക്ക് കുരിശെല്ലാം ഒറ്റ കുരിശേ ഉള്ളൂ, അത് ക്രിസ്ത്യാനികളാണ്. അപ്പൊ ഇവര് പള്ളി ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റേ വിഭാഗത്തിൻ്റെതല്ലേ മറ്റേ സഭയുടേതല്ലേ എന്നുള്ള ചർച്ചയൊക്കെയാണ് അവർക്കിടയിൽ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിലേറ്റവും പ്രധാനമായി നമ്മൾ ജോർജ് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞ് അവസാനം അവർ വേണ്ടി പറഞ്ഞ അങ്ങനെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അടിയൊക്കെ കിട്ടും, പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള. ഇതിലേറ്റവും ഗുരുതരമായൊരു സംഗതിയിൽ നോട്ട് ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ, ഈ വഖഫിനെ തെറ്റിദ്ധരിക്കുന്നതിലും വലിയൊരു പങ്ക് ഈ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളാണ്. അവരൊക്കെ പറയുന്നത് ഞാൻ അന്തം വിട്ടുപോയി. വഖഫ് ബിൽ എന്ന് പറഞ്ഞാൽ അത് ഏതൊരാളുടെയും ഭൂമി കയ്യേറാനുള്ള നിയമമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ച ഏക BJP MP ഉണ്ടല്ലോ, സുരേഷ് ഗോപി ഈ മഹത്തായ ദാനശീല സംസ്കാരത്തെ വിളിച്ചത് കിരാതം എന്നാണ്. എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഈ വഖഫ് ബില്ല് ഇവിടെ ഉണ്ടെങ്കിൽ, വഖഫ് നിയമം ഇവിടെ ഉണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വീട് വഖഫാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നതാണ് ഈ പറയുന്നത്. എന്ത് പച്ചക്കള്ളാണ്. മറ്റേ മൂസാ നബിയും ഹാറൂൻ നബിയും വന്ന സമയത്ത് അവരെല്ലാവരും കൂടിയിട്ട് പറയുന്നുണ്ടല്ലോ, ഖാലു ഈ ആളുകൾ ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർളികും ബിസിഹ്രിഹിമാ. ഈ 2 ചെങ്ങായിമാർ വന്നിട്ട് നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ കേട്ടോ. വ യദ്ഹബാ ബി തരീഖത്തികുമുൽ മുസ്ല, നിങ്ങളുടെ ഈ സനാതന ധർമ്മമൊക്കെ മാറ്റിക്കൊണ്ടുപോകാനുള്ള പണിയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് അവർ ഒന്നിച്ചു പറഞ്ഞു. ഇതെന്നല്ല ഇപ്പം ഒന്നും പറയുന്നത്. നിങ്ങളെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുസ്ലിങ്ങൾ നടക്കുന്നത്. അവർ നാളെ കേസ് കൊടുത്താൽ നിങ്ങളുടെ വീട് വഖഫായി പോകും. ഏതെങ്കിലും ഒരു സംഭവം അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസും ഇല്ലാതെ വെറുതെ കൂടെ പറയുന്നത്. ഈ മുസ്ലിം സമൂഹം ചരിത്രത്തിൽ നമ്മൾ ഇന്ത്യയിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏതൊരു പ്രതിസന്ധിയെയും ഒരു പക്ഷേ കുറെ കാലം എടുത്തുകൊണ്ടാണെങ്കിലും പ്രയാസങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും
അതിജീവിക്കാൻ ശ്രമം നടത്തിയവരും അതിജീവിച്ചവരുമാണ്. കുറേയധികം വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും സാമൂഹികമായിട്ടൊക്കെ പിന്നിലാണെങ്കിൽ കൂടി ഇന്ത്യയുടെ സാമൂഹിക രൂപീകരണത്തിൽ സമുദായവും സമുദായത്തിൻ്റെ ചരിത്രത്തിൽ അവർ ചെയ്ത കാര്യങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിലും മുസ്ലിം സമുദായം പ്രതിഷേധിക്കും, അതിന് ബദൽ വഴികൾ തേടിക്കൊണ്ടവർ മുന്നോട്ട് പോകും എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അപ്പോൾ എങ്ങനെ പോയാലും പിടിച്ചു നിൽക്കുന്ന ഒരു സമുദായത്തെ അതിനിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമങ്ങൾ അതും നടപ്പാക്കപ്പെടും. ഇവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്ത് പ്രതിസന്ധി വന്നാലും അവരെ പിടിച്ചു നിർത്തുന്ന സാമ്പത്തികമായ അതുപോലെ തന്നെ പരസ്നേഹം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. അത് വളരെ നന്നായിട്ടുണ്ട്. നമുക്കത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് അതിനെ നേരിടും. ആ ഒരു സാമ്പത്തിക ശേഷിയെയും അതിന് ആവശ്യമായ നിലവിലുള്ള സംവിധാനങ്ങളെ കൂടി തകർത്തുകൊണ്ട് അടുത്ത പൗരത്വ നിയമം വന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ട് മുസ്ലിം സമൂഹം എന്താവും, അവകാശങ്ങൾ ചോദിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്തവരായി മാറുന്നു എന്നുള്ളതാണ്. അവകാശങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു അവകാശം വേണമല്ലോ. കാരണം നമ്മൾ പൗരനാണെങ്കിലാണ് ആ രാജ്യത്തെ ഒരു അവകാശം ചോദിക്കാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ പൗരത്വം എടുത്തു കളഞ്ഞു. പിന്നെ സ്വയം നിലനിൽക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി വ്യക്തികളുടേതും പോവും. അതുപോലെ തന്നെ മൊത്തം സമുദായത്തെ എല്ലാ അർത്ഥത്തിലും അടിച്ചൊതുക്കാനുള്ള ഒരു സെക്കൻഡറി പൗരത്വം പോലും ഇല്ലാത്തവനായി മാറ്റാനുള്ള സ്റ്റെപ്പിന്റെ ഭാഗം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അത് ഇങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ എതിർക്കുകയും മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യേണ്ടവരാണ് യഥാർത്ഥത്തിൽ. ഇവർ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ ഭൂമി മുസ്ലിങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട്. ഈ മുനമ്പം പ്രശ്നം എന്ന് പറയുന്നത് നേർക്കേറെ പറഞ്ഞാൽ ഈ വഖഫ് ബില്ല് ആക്ടുമായി ബന്ധപ്പെട്ടതല്ല. അത് അന്നത്തെ കാലത്ത് വഖഫായിട്ട് ഡീഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത കേസും ഹൈക്കോടതിയൊക്കെ അത് വഖഫ് സ്വത്താണെന്ന് വിധിക്കുകയും ചെയ്താണ്. ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന അവിടെയുള്ള താമസിക്കുന്ന ആൾക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇതെന്തിനാണ് അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ വഖഫ് ബില്ല് പാസ്സാക്കി അന്ന് അവിടെ ലഡു വിതരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടു. നമ്മുടെ അറബിയിലൊരു ചൊല്ലുണ്ട്, ഉക്കിൽ ഈ പിന്നെ ചുവപ്പ് കാള പറയുന്നുണ്ട്, ഉക്കിൽത്തു യൗമ ഉക്കില സൗറുൽ അബിയൽ. ഈ 3 കാളകൾ, ചുവപ്പ് കാളയുണ്ട്, പിന്നെ വെളുത്ത കാളയുണ്ട്, കറുത്ത കാളയുണ്ട്. ഈ വന്നിട്ട് വെളുത്ത കാളനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറുപ്പും ചുവപ്പിനോടും വന്നിട്ട് സിംഹം പറയുന്നുണ്ട്, നല്ല സുന്ദരനാണ്, എല്ലാവരും അവനെ നോക്കുന്ന, അവനെ തട്ടിക്കളഞ്ഞാൽ പിന്നെ നിങ്ങളായി ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചിട്ട് അതിനെ കൊല്ലാൻ നോക്കുകയാണ്. രണ്ടാമത് പിന്നെ ഇവൻ്റെ അടുത്ത് വന്നിട്ട് ചുവപ്പ് കാളനോട് പറയുന്നുണ്ട്, ആ കറുപ്പ് കള കണ്ടില്ലേ, അവൻ്റെ രൂപം വികൃത, അവനെ നമുക്ക് തട്ടിക്കളയാം. അപ്പോൾ ഇവൻ അതിനും സമ്മതിക്കുന്നു. അവസാനം ഇവന്റെ കഴുത്തിൽ സിംഹം പല്ല് വെക്കുമ്പോഴാണ് അവൻ പറയുന്നത്, ഉക്കിൽത്തു യോമ ഉക്കില സൗറുൽ അബിയൽ. ഇത് ഒരുപാട് സംഭവങ്ങൾ. അന്ന് വെളുത്ത കാള എന്നാണോ കൊല്ലപ്പെട്ടത് അന്ന് ഞാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അന്ന് തന്നെ ഞാനും മരിച്ചിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ അവർ ക്രിസ്ത്യാനികളെ അവർ മുസ്ലിങ്ങളെ തേടി വന്നു, അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, അവസാനം എന്നെ തേടി വന്നു. എന്നെക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കാത്തവരല്ലല്ലോ ഇവർ. അല്ല, ഇതിലിപ്പോ എതിർത്ത് ശബ്ദിച്ചില്ല എന്നത് പോട്ടെ, ശരിക്കും ഇത്തരം ഒരു സംഗതി മുസ്ലിം സമൂഹത്തിന് നേരെ വരും. 2 കോഴ്സ് കൊണ്ട് എതിർക്കണം. ഒന്ന്, ഇത് ഒരു മൊത്തം ഒരു ഇന്ത്യയുടെ ഭരണഘടനാപരമായി ഒരു മതസമൂഹത്തിനുള്ള അവകാശങ്ങളുടെ നേരെയുള്ള കടന്നുകയറ്റാണ്. അതിനൊരു ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വമായിട്ട് ഒരു പൗരൻ എതിർക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് എംപിമാരും ഒക്കെ വളരെ ശക്തമായി സഭയിൽ അത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇത് ഇന്ന് വരെയാണെങ്കിൽ നാളെ നമുക്കും വരും എന്ന ബോധത്തിൽ സെക്കൻഡായിട്ട് അതിൻ്റെ അടുത്തൊരു ബോധം എന്നുള്ളത് ആ നിലക്കെങ്കിലും എത്തും. ഈ 2 കാരണത്താലും എതിർത്തില്ല എന്നുള്ളത് പോട്ടെ, ഇതിനനുകൂലമായി വോട്ട് ചെയ്യണം എന്നുള്ളത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചിട്ട് കേരളത്തിലെ KCBC കേരളത്തിലെ എംപിമാരോട് ആവശ്യപ്പെടുക. ഇത് എന്തുമാത്രം പിന്നെ അംഗത്വം, നിനക്ക് എങ്ങനെയാ നമുക്ക് വിശേഷിപ്പിക്കാന്ന് അറിയില്ല. ഇതിനൊക്കെ ന്യായം പറയുന്നതോ ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കാനാണ് ഈ ബില്ല് വരുന്നത്. ഇതാ നേരെ ഇത് പറഞ്ഞാൽ ഇതിൽ പറയുന്ന ആളുകൾക്ക് ചിന്തിക്കെങ്കിലും ചെയ്യേണ്ടത് എന്താണ് പിന്നെ BJP സർക്കാരിന്റെ ഉദ്ദേശം എന്നതിനെക്കുറിച്ച് വിശദമായ പഠനവും വിശദമായ ചിന്തയൊന്നും വേണ്ട. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകാവുന്ന പൊരുട്ടു ലക്ഷ്യങ്ങളുടെ മുമ്പിൽ
അത് മനസ്സിലാക്കാതെ ഇത് മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ളതാണ്. ഇവിടെ ആ ബില്ല് പാസ്സായ സമയത്ത് ലഡു വിതരണം ചെയ്യുക മാത്രമല്ല, ഇനി നിങ്ങൾ സമരം ചെയ്യേണ്ടി ആ പാവപ്പെട്ട മനുഷ്യന്മാര് അവിടുന്ന് കുടിയിറക്കപ്പെടുന്നു പേടിച്ചിട്ട് സമരം ചെയ്ത് ഇത്രയും കാലം കൊണ്ടു നടന്ന സമരത്തെ ശരിക്കും ഇവർ വഞ്ചിക്കുക. നിങ്ങൾ സമരമൊക്കെ അവസാനിപ്പിച്ചോ, കാരണം എന്താ പാസ്സായിട്ടുണ്ട് ബില്ല് എന്ന് പറഞ്ഞിട്ട് മുൻകാല പ്രാബല്യം പോലും ഇല്ല. അതെ, ആ സമരത്തിൽ പങ്കെടുത്ത ക്രിസ്തീയ സഭയുടെ ക്രിസ്തീയ വിഭാഗത്തിന്റെ ഒരു നേതാവ് ഇന്നലെ ചർച്ചയിൽ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഞങ്ങൾ വഞ്ചിക്കപ്പെടുക ചെയ്തത്, ഇതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. കാരണം നിയമ പോരാട്ടം അവിടെ മുമ്പ് നടത്തിയത് ഇനിയും നടക്കും. അതില് സുരേഷ് ഗോപി വന്നിട്ട് കുറെ ഡയലോഗ് പറയുന്നു, മറ്റൊരു ഇനിയിപ്പോ കിരൺ റിജ്ജു വരുന്നുണ്ട്, ഇവരൊക്കെ കൂടി പലതും പറയുന്നല്ലാതെ പ്രശ്നം ഇവരത് എവിടെ എത്തി. കാരണം ഇതുമായി ഒരു ബന്ധവും യഥാർത്ഥത്തിൽ വഖഫ് ബില്ലില്ല. വഖഫ് ബില്ലിന്റെ ഉദ്ദേശം വേറെ തന്നെ. ഇതിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിൽക്കുന്നു. ഈ വഖഫ് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ നമ്മള് ഇന്ത്യൻ റെയിൽവേക്ക് ഒരുപാട് സ്വത്തുണ്ട്, വ്യത്യസ്ത പിന്നെ ദേവസ്വം ബോർഡുകൾക്കുണ്ട്, സഭകൾക്കുണ്ട്. അതുപോലെ നമ്മൾ പറയാറുണ്ട് വഖഫ് ബോർഡ് ആണ് ഇതുപോലുള്ള വലിയ ലാൻഡ് ലോഡിൽ സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറയുന്നത്. എനിക്കൊന്നും നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. സത്യത്തിൽ വഖഫ് ബോർഡ് ഇതിന്റെ ഓണർ അല്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു വഖഫ് സ്വത്തും വഖഫ് ബോർഡ് ഓൺ ചെയ്യുന്നില്ല. അവരതിന്റെ കസ്റ്റോഡിയൻ മാത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ റെഗുലേറ്ററി ബോഡി മാത്രമല്ല, അല്ലാതെ അവർക്ക് അതിലൊരു ഓണർഷിപ്പ് ഇല്ല ആ അർത്ഥത്തിൽ. അതേസമയം എന്ന് മാത്രമല്ല, ഇത് വളരെ സുതാര്യമാണ്, വളരെ ട്രാൻസ്പെറന്റ് ആണ്, നിയമപരമായ ഒരു ബോഡിയാണ്. അതിൽ പിന്നെ പ്രതിനിധികളുണ്ട്, സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രതിനിധികളാണ്, മുസ്ലിങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം മുസ്ലിങ്ങൾ വഖഫ് ചെയ്ത സാധനമായി കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അതൊരു റെഗുലേറ്ററി ബോഡിയാണ്, ട്രാൻസ്പെറന്റ് ആണ് ഇങ്ങനെ. പക്ഷേ ഇവിടെ ഇപ്പൊ ഇതിൽ സംഭവം എന്താ വെച്ചാൽ, ഇത് ക്രിസ്തീയ സഭകളോ അതിൻ്റെ നേതാക്കളോ മനസ്സിലാക്കുന്നില്ല. ഇതിട്ട് പുറത്തേക്കിട്ട് എടുത്തിട്ട് അലക്കുമ്പോൾ ഒളിച്ചു വെക്കാനൊന്നും ഇല്ലാത്ത വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം ഉണ്ടാവില്ല. വഖഫ് സംബന്ധിച്ച് കാരണം അവർക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല. ഇതിൽ എല്ലാം സുതാര്യമാണ്, എല്ലാം വ്യവസ്ഥാപിതമാണ്, അവരതിൻ്റെ ഓണറും അല്ല, അവരതിൻ്റെ കൈകാര്യ അർത്ഥക്കൾ മാത്രം. എന്നാൽ ബ്രിട്ടീഷുകാർ ഇട്ടേച്ച് പോയ കാലം മുതൽ അവർ കൊടുത്തതും കയ്യേറിയതും അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുത്തതും പാട്ടക്കാലാവധി കഴിഞ്ഞതുമായിട്ടുള്ള കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിയതുമായിട്ടുള്ള വമ്പൻ സ്വത്ത്, എത്ര 17,000 കോടി 20,000 കോടിയുടെ രൂപ മൂല്യം വരുന്ന ഇപ്പോ ഞാൻ ഇപ്പൊ ലാസ്റ്റ് വായിച്ച ഒരു ലേഖനത്തിൽ കാണുന്നത് 17 കോടി ഏക്കർ. നമുക്കിപ്പോ 1 ഏക്കർ 2 ഏക്കർ 1000 ഏക്കർ എന്നൊക്കെ പറയാം. 17 കോടി ഏക്കർ സ്വത്താണത്രേ കത്തോലിക്ക സഭയുടെ കീഴിലുള്ളതെന്നും ഇവര് പറയണം. ഇതിനോ ഒരു വ്യവസ്ഥയും പുറത്തുള്ളവർക്ക് അറിയില്ല, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്നോ അതിൻ്റെ പിന്നെ കർത്തൃത്വ ഒരു സംഗതിയില്ല, ഒരു ട്രാൻസ്പെറൻസിയും ഇല്ല, ഒരു വ്യവസ്ഥയും നിയമവും പുറത്തേക്കില്ല. അപ്പൊ ഇതൊക്കെ ശരിക്ക് ഇങ്ങനെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്ന് പറയുമല്ലോ, ഈ പണിയാണ് ശരിക്കും. നമുക്ക് താഴെക്കുന്നവർക്ക് ഒന്നും കണ്ടു ചിരിക്കാനേ പറ്റുള്ളൂ. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക, കാരണം കിഴിയിലൊന്നും ഇല്ലാത്തതിന് ബേജാറാവേണ്ട ആവശ്യമില്ല. പിന്നെ അതേസമയം ഇത് ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ട് ഇത് ഇടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് പറയാനുള്ളത്, ക്രിസ്തീയ വിശ്വാസികളെങ്കിലും ഇതിനെതിരെ ജാഗരൂകരായിട്ട് അവരെ തിരുത്തേണ്ടത്. അവരുടെ സഭാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഡിയെ കൂടി പേടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടല്ലോ. അവരുടെ യഥാർത്ഥ പേടി ഈ അൻവർ സാഹിബ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഇത്ര അധികം സ്വത്തുണ്ട്, അതെങ്ങാനും ഇവർ കൈകാര്യം. പക്ഷെ ഈ വഖഫ് ബില്ല് പാസ്സായ ഉടനെ തന്നെ ഓർഗനൈസർ ഇത് എഴുതേണ്ട കാര്യം എന്താ? അത് BJP സർക്കാരിന് ഇങ്ങനത്തെ ഒരു ധാർമ്മികതയും അല്ലെങ്കിൽ ഒരു ബാധ്യതയും ഇവരോടില്ല. അത് താൽക്കാലികം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ക്രിസ്ത്യൻ സമൂഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം പ്രതികരിക്കുന്നതും അവർക്ക് നിയമപരമായി അവകാശപ്പെട്ടതിന് വേണ്ടി ശബ്ദിക്കുന്നവരും ഒരുപക്ഷെ മുസ്ലിം സമുദായം തന്നെയായിരിക്കും. അതിൽ ഏറ്റവും ഉദാഹരണം പറയാം. ഈ മുനമ്പം പ്രശ്നത്തിൽ മുസ്ലിം സംഘടനകൾ എത്ര മാന്യമായ നിലപാട് സ്വീകരിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മുസ്ലിം സംഘടന മുസ്ലിം ലീഗ് അല്ലേ. മുസ്ലിം ലീഗ് വന്ന് പറഞ്ഞാൽ അവിടെ ആരും കൂടി ഇറങ്ങേണ്ടതില്ല, അവിടുന്ന് ആരും ആരെയും പുറത്താക്കൂല, പക്ഷെ നിയമപരമായി അത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. എത്ര മാന്യമായിട്ടാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ, അത്രല്ലേ പറഞ്ഞുള്ളൂ. അതായത് മുസ്ലിങ്ങൾ പിന്നെ കിട്ടിയ സമയത്ത് അവരെ ചവിട്ടി പുറത്താക്കണം എന്നല്ലല്ലോ. അതുപോലെ ഈ പ്രശ്നം പോലും ഒരു നേരാം വണ്ണം ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് കേരള സർക്കാർ വിചാരിച്ചാൽ വളരെ ആരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടാതെ പരിഹരിക്കാവുന്ന ഒരു ചെറിയ ഒരു സിവിൽ വ്യവഹാരം മാത്രമാണിത്. ഈ സിവിൽ വ്യവഹാരത്തെ കേരള സർക്കാർ അത് ദുരുദ്ദേശപരമായിട്ട് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക. കാരണം ആ കമ്മ്യൂണൽ സ്പ്ലിറ്റ് ഉണ്ടാവാനും അതിൽ നിന്ന് പ്രയോജനം എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും, അത് ഏതുവരെ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ഉള്ളതിന് വരാം. അല്ലാതെ മുനമ്പം എന്ന് പറയുന്നത് വഖഫുമായിട്ട് നേർക്കുനേരെ, വഖഫ് നിയമവ്യവസ്ഥയുടെ പ്രശ്നമല്ല മുനമ്പം. വഖഫ് നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവരുടെ കെടുകാര്യസ്ഥത. അതിൽ ഫറൂഖ് കോളേജിന് പ്രശ്നമുണ്ട്,
ഫറൂഖ് കോളേജ് ഏൽപ്പിച്ച ആളുകൾ, പിന്നെ അഡ്വക്കേറ്റ് പോൾ എന്ന് പറയുന്ന കൈകാര്യം ഏൽപ്പിച്ചിരുന്ന അവിടെ ഏൽപ്പിച്ചിരുന്ന ആളുകളുടെ പ്രശ്നമുണ്ട്. ഇവരൊക്കെ കൂടിയിട്ട് ഗവൺമെന്റിന്റെ പ്രശ്നമുണ്ട്. ഈ വഖഫ് ബോർഡ് വഖഫായിട്ട് ഇത് ഫറൂഖ് കോളേജിന് കൊടുത്ത സമയത്ത് തന്നെ അവിടെ കയ്യേറ്റക്കാരുണ്ടായിരുന്നു എന്നും അവർക്കെതിരെ പിന്നെ നിയമപരമായ സംഗതികൾ ഫറൂഖ് കോളേജ് നടത്തിയിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നീട് അതിൽ കുറെ ഭാഗം ഫറൂഖ് കോളേജ് വിറ്റിട്ടുണ്ട്. ഫറൂഖ് കോളേജ് അറിഞ്ഞോ അറിയാതെയോ അവിടെ ഏൽപ്പിച്ച ആൾ വിറ്റിട്ടുണ്ട്. ഇതൊക്കെ അന്യായം. ഈ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അന്യായമായ രൂപത്തിൽ അല്ലെങ്കിൽ നിയമവ്യവസ്ഥക്ക് വിരുദ്ധമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിന് നിലനിൽപ്പുണ്ടാവില്ല. ആ നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ള പ്രശ്നം ഈ നിയമത്തിന്റെ പ്രശ്നമല്ലാന്ന്. ഇതെങ്ങനെ നിയമത്തിന്റെ പ്രശ്നമാവുക? അല്ല, അത് മൊത്തം വഖഫ് സ്വത്തിനും അത് ബാധകമാണ്. വഖഫ് സ്വത്ത് അത് അന്യായമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ നിയമമുണ്ട്, കോടതിയുണ്ട്, വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അല്ല, ആ നിയമം ഇപ്പൊ അതിന്റെ പ്രശ്നം ഉദാഹരണം പറയാം. അനാഥകളുടെ സ്വത്ത്, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ എളുപ്പത്തിൽ മനസ്സിലാവും, മൈനറിന്റെ സ്വത്ത് മൈനറുകളായിരിക്കെ കൈമാറ്റം ചെയ്യാൻ പാടില്ല. ഇതൊരു വ്യവസ്ഥയല്ലേ? ആരൊക്കെ ഒരാൾ മറച്ചു വെച്ചിട്ട് അതെന്ത് ചെയ്തു, അത് വിറ്റു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പുറത്തു വന്നപ്പോൾ ഇത് ആരാണോ ഇത് മൈനറുടെ സ്വത്ത് അത് മറച്ചു വെച്ച് വിറ്റവരും അത് ശ്രദ്ധിക്കാതെയും നോക്കാതെയും വാങ്ങിയവരാ കുറ്റക്കാര്. അല്ലാതെ ഈ മൈനറുകളെ സംരക്ഷിക്കാണ്ടാക്കിയ നിയമം എങ്ങനെ അതിൽ കുറ്റവാളിയാവാം? ഇതേപോലെ വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫിന് ഒരു ഉദ്ദേശപൂർവ്വം 400 ഏക്കർ ഒരു ആള് സേട്ട് ഈ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വലിയൊരു സേവനമാണ്. അതയാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പരിരക്ഷ വേണ്ടേ? അതിനുണ്ടാക്കിയ നിയമം അല്ല, അതിനോട് ബാധകമാവുന്ന നിയമമാണ്. അതിനുവേണ്ടി മാത്രമല്ല. പക്ഷെ അത് ലംഘിച്ചിട്ട് ഫറൂഖ് കോളേജ് കെടുകാര്യസ്ഥത കാണിച്ചു. ഒന്നാമത്തെ അത് പ്രത്യേകം പറയണ്ട. അപ്പോ ഇദ്ദേഹം ഈ എന്താണ് സിദ്ദീഖ് സേട്ടോ, അദ്ദേഹം ഇത് കൊടുക്കുമ്പോൾ 404 ഏക്കർ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കൊടുക്കണം, അത് ഈ കോളേജ് ഇല്ലാതാവുകയാണെങ്കിൽ അത് അനന്തരാവകാശം തിരിച്ചിരുന്നൊക്കെ ക്ലോസ് വെച്ചാണ്. ക്ലോസ് അങ്ങനെ വെക്കാൻ പറ്റുമല്ലോ എന്നുള്ള വേറെ കാര്യം. അങ്ങനെ വെച്ചിട്ടുള്ള ഈ സംഗതി ഇവര് പിന്നെ അത് ഇവർക്ക് വിറ്റത് ഇവരെ കുറ്റല്ലേ? വിറ്റവരുടെ പ്രശ്നമാണ്, വാങ്ങിയവരുടെയും പ്രശ്നമാണ്. ഇനിയിപ്പോ നമ്മൾ പോട്ടെ, അവിടെ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകൾ വില കൊടുത്ത് ഭൂമി വാങ്ങിയിട്ടുണ്ട്. അവരിതിന്റെ അടിയാധാരം പരിശോധിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അവർ ഇത്ര കാലം കുടികടന്നിരുന്ന സ്ഥലമാണ്, അവരുടെ ഒരു കുടികടപ്പാവകാശം എന്ന രൂപത്തിൽ കണക്കാക്കാവുന്നതോ അല്ലെങ്കിൽ അവരവിടുന്ന് പുറത്താക്കപ്പെടുന്നതോടെ ഒരു കുടുംബം വഴിയാധാരമാകുന്നതോ മാനുഷിക പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ മുസ്ലിം സമൂഹം ഒരിക്കലും അവഗണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവരവിടുന്ന് പുറത്താക്കണമെന്നും അല്ല ആവശ്യപ്പെടുന്നത്. ഈ സംഗതി ലീഗലൈസ് ചെയ്തുകൊണ്ട് ഒന്നും ലീഗലൈസ് ചെയ്യണം. അതല്ലെങ്കിലോ അവർക്ക് ഇഷ്ടമുള്ള, അപ്പൊ നമ്മളെ പണ്ടൊക്കെ റോഡുകൾക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കുമ്പോൾ പിന്നെ സ്ഥലം അക്വയർ ചെയ്യുമ്പോൾ ഒരു അവകാശം ആർക്കും കിട്ടാറുണ്ടായില്ല. ഇപ്പോൾ ഈ പുതിയ 6 വരി പാതക്കൊക്കെ വേണ്ടി അക്വയർ ചെയ്തപ്പോൾ നല്ല സംഖ്യ കൊടുത്തിട്ടാണ് അവർക്ക് അതോ അതിലപ്പുറമുള്ള അതിന്റെ ഇരട്ടിയോ സ്ഥലം വേറെ സ്ഥലത്ത് പോയി വാങ്ങാവുന്ന രൂപത്തിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ്. ഇതുപോലെ സർക്കാരിന് ഒരുപാട് സ്ഥലമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരെ പുനരധിവസിപ്പിക്കണം എന്ന രൂപത്തിൽ പരിഹരിക്കാവുന്ന ഇങ്ങനെ പല വഴികളുണ്ടായിരിക്കെ ഇതിന്റെ വഖഫ് നിയമത്തെ കൈകാര്യം ചെയ്യണം, അത് പൊളിച്ചു കളയണം. അതാണ് ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്. എന്തുമാത്രം വിഡ്ഢിത്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇതില് യഥാർത്ഥത്തിൽ തന്നെ ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഏറ്റ ശക്തമായ പ്രഹരമാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. കാരണം ഏകപക്ഷീയമായി ഒരു മതത്തിനെതിരെ അവരുടെ അവകാശങ്ങളിൽ കടന്നു കയറുന്ന ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കി നിരന്തര ആവശ്യങ്ങൾക്ക് വഴങ്ങിയിട്ട്. കമ്മിറ്റിയിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഭേദഗതികൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ വെച്ചിട്ട് അതിനൊന്നും പുല്ലുവില കൽപ്പിക്കാതെ ഇവർക്ക് ഇഷ്ടമുള്ളത് തന്നെ വീണ്ടും ചുട്ടെടുത്ത് അത് നിയമമാക്കി രാമാനം ചർച്ച നടത്തി അന്ന് തന്നെ രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ച് നിയമമാക്കുക. ഇതെന്ത് ജനാധിപത്യം? ഇത്തരം പ്രതിപക്ഷത്തിൻ്റെ ഇതിനൊന്ന് പരിഗണന കൊടുക്കണ്ടേ? നമ്മൾ അവസാനിപ്പിക്കാം അല്ലേ? ഈ ബില്ല് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല അതിൽ അവതരിപ്പിച്ച രീതി JPCയുടെ നിർദ്ദേശങ്ങളെയും പൂർണ്ണമായും അവഗണിച്ചു, ഒന്നുപോലും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല സാധാരണഗതിയിൽ ഇത്തരം ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ നേരത്തെ ബില്ലിന്റെ കോപ്പി MP-മാർക്ക് നൽകും. ഇന്ന ദിവസം ആണിത് ചർച്ചയ്ക്ക് എടുക്കുന്നത് നേരത്തെ പറയും. ഇതൊന്നും ഉണ്ടാവാതെ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയൊക്കെ പറയുന്നത് ഞാൻ അറിയാതെ അതുകൊണ്ട് തലേ ദിവസം യാത്ര പോയതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാതെ. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പങ്കെടുത്തവർക്ക് പോലും ബില്ല് പഠിക്കാനോ അതിൽ എന്താണുള്ളത് നേരത്തെ മനസ്സിലാക്കാനോ അതിനെ കവർ ചെയ്യാനോ ഒന്നും കഴിയാത്ത വിധത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു ബില്ല് ഈ രാജ്യത്തിലെ ഒരു മതസമൂഹത്തിൻ്റെ അവരുടെ മതപരമായ അവകാശങ്ങൾ നടപ്പാക്കുന്നതിനെ ഇല്ലാതാക്കുന്ന ഒരു ബില്ല്,
അത് മൊത്തം സമൂഹത്തിന് പ്രയോജനപ്രദമായ ഒരു കാര്യം രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരായിട്ട് അതിനെ നിയന്ത്രിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ബില്ല്, അതും ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത രീതികളിലൂടെ പാലിച്ച് ഏകാധിപത്യപരമായി നടപ്പാക്കുന്ന ഒരു ബില്ല്. ഇങ്ങനെ ഒരു കാര്യമാണെങ്കിൽ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട്. ഇത് ചർച്ച നടന്നപ്പോൾ പ്രതിപക്ഷ നിര ഒറ്റക്കെട്ടായിട്ട് വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് ഇതിൽ. അത് ഇന്ത്യ മുന്നണി ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയ രീതിയിൽ തന്നെ അവരതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവര് കോടതിയിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നതും ആശാവഹമാണ്. ഈ നേരത്തെ ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചർച്ചയിൽ വന്നതുപോലെ തന്നെ ഇതൊക്കെ കൊണ്ട് ഒരു സമൂഹം അങ്ങോട്ട് ഒലിച്ചു പോകുന്നൊന്നും ആരും പേടിക്കേണ്ടതില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ഈ ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും നിന്ന് എതിരിട്ട് അതിനെ ഒഴുക്കിനെതിരെ നീന്തി കരപറ്റിയ ചരിത്രമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മൊത്തത്തിൽ ഒന്നായിട്ട് നശിച്ചു പോകുന്നു എന്നുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജനാധിപത്യ വിരുദ്ധമായും ജനാധിപത്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായും രാഷ്ട്രത്തിന്റെ അടിത്തറ ഇളക്കുന്ന രൂപത്തിലുമായിട്ടുള്ള ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ പ്രതിഷേധിക്കാതിരിക്കാനും പ്രതികരിക്കാതിരിക്കാനും അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് എല്ലാ വശങ്ങളിലുമുള്ള അതിനെതിരെയുള്ള ശക്തമായ സമരങ്ങളും പ്രതിഷേധങ്ങളും നിയമപരമായ പോരാട്ടങ്ങളും തുടരുക തന്നെ ചെയ്യും. ഈ രാജ്യം ഒരാളുടെയും തറവാട്ട് വകയല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടേതുമാണ്. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ, രാജ്യത്തിലെ മതവിശ്വാസ സ്വാതന്ത്ര്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ ഇടപെടലുകളെയും അതിൻ്റെ എല്ലാ സീമകൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യം എതിരിട്ട് പോരാടി മുന്നേറി വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.